പലരും എന്നോട് ഇലക്ട്രിക് വണ്ടി എങ്ങനെയുണ്ട്, ലാഭകരമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി എൻ്റെ ഏതാണ്ട് 35,000 കിലോമീറ്റർ ഓടിട്ടോ. 1.5 വർഷം കൊണ്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഹാപ്പിയാണ് അതുകൊണ്ട്. അപ്പം എന്ത് ചെലവ് ഒന്ന് നോക്കാം. ഇതുവരെ 35,000 ഏതാണ്ട് 5,000 കിലോ വാട്ട് അങ്ങോട്ടാണ് യൂസ് ചെയ്തതിൽ കാണിക്കുന്നത്, 5,200. അപ്പം ഞാൻ 99% വീട്ടിൽ തന്നെ ആട്ടോ ചാർജ് ചെയ്യുന്നത്. അപ്പം ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് പവറിന് എനിക്ക് ആയിട്ടുള്ളത് വെറും $800 പവറിനായിട്ടുള്ളൂ, $800. അപ്പം പിന്നെ റോഡ് യൂസ് ചാർജ് ന്യൂസിലാൻഡിൽ കൊടുക്കണം. അപ്പം അതും കൂടെ കൊടുക്കുമ്പം ഒരു 3,500 ടോട്ടൽ വരുന്നുണ്ട്. ഇപ്പൊ അത് പക്ഷെ ഒരു പെട്രോൾ വണ്ടിയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇല്ലെങ്കിൽ $8,500 പെട്രോൾ അടിക്കണം. അതിന് 35,000 കിലോമീറ്റർ ഓടാൻ കേട്ടോ. പിന്നെ സർവീസ് വരും, ടയർ ചേഞ്ച് വരും, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സർവീസ് എന്ന് പറഞ്ഞ പരിപാടി ഇതിന് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ 5 പൈസ സർവീസിന് വേണ്ടി വന്നിട്ടില്ല. അലൈൻമെന്റ് ഞാൻ 10,000 ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു $200 വെച്ച് വരാവുന്നുണ്ട്. അത് ഏത് വണ്ടിക്കും വേണമല്ലോ. പിന്നെ ബ്രേക്ക് ലൈനർ തേയുന്നില്ല. ടയർ ഒരുവിധം എനിക്ക് വേണമെങ്കിൽ ഒരു 30,000 കൂടി ടയർ ഇതിനകത്ത് ഓടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോഴും നല്ല പിന്നെ ഇത്ര ഓടിയിട്ടും വണ്ടി കുട്ടപ്പനായിട്ട് പുത്തൻ ബ്രാൻഡ് വണ്ടി ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാട്ടോ നമുക്ക് ഇപ്പോഴും തരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രിക് വണ്ടി മേടിക്കുന്നത് വളരെ ലാഭകരമായിട്ടുള്ളൊരു വണ്ടി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യുകയാണ് ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട്.